ഫോറസ്റ്റ് ഡ്രൈവർ ആവാൻ താല്പര്യമുള്ളവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ്. യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 31/7/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/9/2025 ആണ്. ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 258/2025 മുതൽ 259/2025 രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് രണ്ട് കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഇനി അപേക്ഷിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറുകൾ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. അതിൽ ഏതിനാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാറ്റഗറി നമ്പറുകളിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്, ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത്. 26,500 മുതൽ 60,700 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ 258/2025 LC അതുപോലെ തന്നെ AI, അതായത് LC അതുപോലെ AI, അതായത് ലാത്തിൻ കത്തോലിക്സ് അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടിയുള്ളതാണ്. കൊല്ലത്ത് ഒരു വേക്കൻസി ഉണ്ട്, തൃശ്ശൂർ ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 259/2025 അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗത്തിനുള്ളതാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഒഴിവാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഡിസ്ട്രിക്ട് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്രം കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു SC അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസും പിന്നെ ലാത്തിൻ കത്തോലിക്സ് അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റും കൂടി, അതായത് ഈ ഒരു വിഭാഗത്തിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ LC അതുപോലെ AIക്ക് പറയുന്നത് 23 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2002 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 23 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1984 1/1/2002 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിനിമം 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിമം 10ാം ക്ലാസ് ഉണ്ടായാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓൾ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും LMVൻ്റെ വേണം, HGMVൻ്റെ വേണം, അതുപോലെ തന്നെ HPMVൻ്റെ ഇതിൻ്റെയൊക്കെ ലൈസൻസും വേണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയർ കൊണ്ട് ഉണ്ടായിരിക്കണം എന്ന് പറയാം. ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾസിൽ 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ഇവിടെ കാണുന്ന എല്ലാവിധ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. LC അതുപോലെ AIക്ക് 168 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ആവശ്യമാണ്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 160 സെൻറ്റിമീറ്റർ ഉയരം വേണം, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. പിന്നെ ഫിസിക്കൽ ഇവൻറ്റ് കാണാൻ സാധിക്കും. ഏകദേശം 8 ഫിസിക്കൽ ഐറ്റംസ് ആണ് നിലവിലുള്ളത്. ആ 8 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ആദ്യം തന്നെ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവൻ്റ് പറയാം, നിങ്ങൾക്ക് ഇപ്പുറത്ത് ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവൻ്റ് നോക്കുകയാണെങ്കിൽ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, അതുപോലെ പുള്ളപ്പ് ഓർ ചിൻഡിങ് 1500 മീറ്റർ ഓട്ടം. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മെഡിക്കലും കൂടി ഫിറ്റ് ആയിരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.